അവിടുത്തെ താമസം അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടെങ്കി സ്ഥിരമായിട്ട് അവിടെ തന്നെ താമസിച്ചൂടെ? എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? വരാതെ പറ്റില്ലല്ലോ. എന്നാലല്ലേ നിന്നെ അവിടുന്ന് അടിച്ചോടിച്ചിട്ട് സഞ്ജുവേട്ടനെ ഗോപാൽജിയുടെ പിൻഗാമിയാക്കാൻ പറ്റൂ. നീ അതും സ്വപ്നം കണ്ട് നടന്നോ? അവസാനം നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ആരാ ദുഃഖിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. ഞാൻ ജയിലിലായതുകൊണ്ട് വീട്ടില് നടക്കുന്നതൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് നീ കരുതിയെങ്കിൽ നിനക്കവിടെ തെറ്റി. എന്നെ മറികടക്കാൻ നിനക്കിപ്പോഴും പറ്റില്ല ശാലിനി. നിന്റെ ആത്മവിശ്വാസമൊക്കെ കൊള്ളാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം. നീ ജയിലിൽ നിന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്യും. എന്നിട്ട് നീ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയ ജയിലിനകത്ത് വെച്ച് തന്നെ ഞാൻ നിന്നെ തീർക്കും. നിർമ്മല മാഡം അവിടെ ഇല്ലാത്തതുകൊണ്ട് അക്കമ്മയെ പേടിക്കേണ്ട കാര്യമില്ല. അവിടുത്തെ ഏതെങ്കിലും അന്തേവാസിയെ കൊണ്ട് നിന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. എന്നെ കൊന്നാലേ സഞ്ജുവും ഗോപാൽജി നിന്നെ വെറുതെ വിടില്ല. അതൊക്കെ നിന്റെ വെറും തോന്നലാ മോളെ. നിന്നെ കൊന്നത് ഞാനാണെന്ന് അറിഞ്ഞാലും അച്ഛൻ എന്നെ സംരക്ഷിക്കേ ഉള്ളൂ. പിന്നെ സഞ്ജു, അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാ അവൻ ചെയ്യട്ടെ. എനിക്ക് പുല്ല. ഒന്ന് പോടാ. എന്നാ ഹലോ ബേബി, നീ പേടിക്കണ്ട. അവള് പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ പുറത്തിറക്കും. ശരി. ഹലോ ബേബി, ഹലോ.